ഇപ്പോൾ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് VSന് ഇതേക്കുറിച്ചൊക്കെ മുൻ സൂചനകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ എല്ലാ വിവരങ്ങളും അതിൻ്റെ CD ഉൾപ്പെടെ VSനെ നേരത്തെ തന്നെ ഏൽപ്പിച്ചിരുന്നു എന്ന് അറിയുന്നുണ്ട്. താങ്കൾക്ക് കിട്ടിയ വിവരം എന്താണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ആ കാര്യം വളരെ നന്നായിട്ട് അറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയെന്നും പറയാം. വിത്ത് പെർമിഷൻ ഓഫ് പാർട്ടിയാണ് UDF. ഇപ്പം പറഞ്ഞുകൂടാ. ഈ സിനിമയുടെ തിരക്കഥ ആരാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എവിടെ വെച്ചായിരുന്നു ഈ ഗൂഢാലോചന? ഈ കഥയിൽ ഒരു പിന്നെന്താ പറയുക, കഥാകൃത്തുണ്ട്. ഈ കഥയിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഈ കഥയിൽ ഒരു ലൊക്കേഷനുണ്ട്. ഒന്നല്ല, 2-3 പ്രധാന ലൊക്കേഷൻ ഏതാ? എറണാകുളത്താണ്. എറണാകുളത്ത്. ഞാൻ ഇപ്പോഴേ പറയുന്നുള്ളൂ, എറണാകുളത്താണ്. പ്രധാന ലൊക്കേഷൻ എറണാകുളത്താണ്. ചാനലിൻ്റെ ഓഫീസ് വല്ലതാണോ? ഞാനത് ഇപ്പോൾ പറയുന്നില്ല, പല കാരണങ്ങളാൽ പറയുന്നില്ല. ലൊക്കേഷനുണ്ട്. ലക്ഷ്യം പിന്നെ ഇപ്പോൾ റൈറ്റിംഗ് കൂട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങൾ പലതാണ്. എന്താ വെച്ചാൽ പണം കിട്ടും, പ്രശസ്തി കിട്ടും, സ്ഥാനം കിട്ടും. പിന്നെ ഇതിനൊക്കെ സാധാരണ തടസ്സമായി വരുന്ന എന്താണെന്നറിയും, അല്പം ദയ. അതൊട്ടും ഇല്ലാത്തവർക്കൊരു പ്രോബ്ലമില്ല. പിന്നെ ഇതിനെയൊക്കെ എന്താ പറയുക, ഈ കേരള രാഷ്ട്രീയമാണ് എലക്ഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇത്രയും വലിയൊരു ബോംബിട്ട് 5 കൊല്ലം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ടല്ല, ഒരു ബോംബ് കൊണ്ട് തിരിക്കാൻ നോക്കിയത്. ലക്ഷ്യമോ 2-3 ആളുകളുടെ ലീഡർഷിപ്പ്. കേരള ജനതയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാനുണ്ടോ? ഒന്നാലോചിച്ചു. ആ ഘട്ടം സ്ഥാനാർത്ഥി നിർണയം, അതേപോലെ ക്യാമ്പയിനിലേക്കും പോവേണ്ട ഒരു ഘട്ടം. ഞാൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. 1 മാസം മുമ്പ് ഞാനത് വെടിവെച്ചിട്ടു. എനിക്കിനി എന്തിനാ സ്ഥാനം, മന്ത്രിസ്ഥാനം? കൂടുതൽ പറഞ്ഞോട്ടെ, ഒറ്റവാക്കി, എനിക്കെന്തിനാ സ്ഥാനം? കേരള രാഷ്ട്രീയം ബോംബിട്ട് തിരിക്കാനുള്ള ഒരു ശ്രമം പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് എനിക്കതിൻ്റെ ടൈമിങ്ങിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ ബോംബിട്ട് തകർത്തു. അത് വലിയൊരു സേവനമാണ്. ഞാൻ വ്യവസായവൽക്കരിക്കാൻ നോക്കി പറ്റിയിട്ടില്ല, പക്ഷേ വേറെ പലതും നോക്കി പറ്റിയിട്ടില്ല. പീപ്പിൾ ക്യാൻ ഡിസൈഡ് ഓൺ ഇറ്റ്സ് മെറിറ്റ് നൗ. അല്ല, ഇപ്പൊ ബോംബിട്ട് തകർത്തു എന്ന് താങ്കൾ പറയുന്നു, അത് ഒരു തരത്തിലും താങ്കളെ ബാധിച്ചിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? എന്നെ ബാധിച്ചോട്ടെ, ഞാൻ നേരത്തെ അത് പറഞ്ഞല്ലോ. അവർക്ക് എന്താ എന്നെ മാക്സിമം ചെയ്യുക, അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ആഘോഷം ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ അനുയായികൾ അത് ബാധിക്കൂല. ചില ആത്മഹത്യാ സംഘങ്ങളുണ്ടല്ലോ, അവർ ബോംബിട്ട് കഴിഞ്ഞാൽ അവർക്കും പരിക്ക് പറ്റാറുണ്ട്. അങ്ങനെ താങ്കൾക്കും തിരിഞ്ഞുകൊണ്ടു എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്കൊരു പേടിയില്ല, ആ സാധനം തന്നെ. ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. ഇനി ഒരു സ്ഥാനമോഹവും ഇല്ല. എൻ്റെ പാർട്ടിയിൽ ഈ അടുത്ത കാലത്ത് ഞാൻ മുൻകൈ എടുത്ത് സർപ്രൈസായിട്ട് തങ്ങളൊക്കെ സമ്മതം വാങ്ങി ഒരു മൂവ് ഇട്ടു. 1 person 1 party. അതിൻ്റെ ഒരു ലക്ഷ്യം ഞങ്ങൾ ലീഡേഴ്സിന് അറിയാം. എനിക്ക് ഫ്രീഡമില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളുകൾ മത്സരിക്കുന്നില്ല എന്നാണ്. പക്ഷേ ആ തീരുമാനത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. അല്ല, പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് മാറ്റം വരുത്താം. പക്ഷെ ഞാനാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ ഇത് ചിലപ്പോൾ എനിക്കധികം ആയുസില്ല, ഞാൻ മരിച്ചു പോകും എന്നുള്ള നിലക്കാവാം, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലും എന്നുള്ള നിലക്കാവാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ മോഹമില്ലാത്തത്, എനിക്ക് രാഷ്ട്രീയ മോഹമില്ല, അതെനിക്ക് രാഷ്ട്രീയ മോഹമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഇപ്പോൾ അങ്ങനത്തെ ഒരു മോഹമൊന്നുമില്ല. ആവശ്യത്തിന് ജീവിക്കുകയും ചെയ്തു. എന്നെ ആർക്കൊന്നും ചെയ്യാൻ ആവശ്യത്തിന് അനുഭവിച്ചു എന്നും പറയണം. അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ജീവപര്യന്തം കിട്ടിയ 12 കൊല്ലോ, ഇത് ഞാൻ 15 കൊല്ലം അതിൽ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, മത്സരിക്കുന്നില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അങ്ങയോടത് പറയുമായിരുന്നു. സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട്, പാർട്ടിയുടെ സ്ഥാനം വഹിക്കുന്നത് കൊണ്ട്. ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തിരിക്കും, തങ്ങൾ എൻ്റെ ലീഡർഷിപ്പ് സമ്മതിച്ചാൽ. പക്ഷെ ഒരുപക്ഷെ അന്തിമ തീരുമാനം തങ്ങളുടേതായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. യാതൊരു സംശയവുമില്ല. എല്ലാം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഫ്രീഡം എനിക്ക്, സ്വാതന്ത്ര്യം എനിക്കില്ല. അത് വിക്കാരം. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ഞാൻ എന്തിനെ അസംബ്ലിയിൽ പോയിരിക്കണം?
എനിക്കങ്ങനെ ഒരു ആഗ്രഹം തന്നെ ഇല്ല. ഞാൻ എന്തിനാണ് ഞാൻ സുഖമായി ഇവിടെ അനുയായികളുടെ ജീവിക്കുകയാണ്. പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വന്ന ഒരു വീണ്ടും വിചാരമാണോ ഇത്? അല്ലല്ല, ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ചത്. അല്ല, ശക്തനായി നിൽക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ശക്തനായ കുഞ്ഞാലിക്കുട്ടിക്ക് ഇനിയും ശത്രുക്കളെ നേരിടാൻ കഴിയില്ലേ? താങ്കൾ അധീരനാവുന്നുണ്ടോ? ഒട്ടുമില്ല. പക്ഷെ എങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ താങ്കളെ ഇത് കൂടുതലായി ബാധിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഒരു മിനിറ്റ്. ഈ കേസ് ഇങ്ങനെ പിന്തുടരുന്നു, അതിനേക്കാളൊക്കെ താങ്കളെ വിഷമിപ്പിക്കുന്നത് കൂടെ നിന്ന ആളുകൾ താങ്കളെ ചതിച്ചു എന്നതാണോ? തുറന്നു പറയൂ. കേസ് എനിക്കൊരു പ്രശ്നമില്ല, ഫൈറ്റ് എനിക്കൊരു പ്രശ്നമില്ല. ഒരിക്കലും കേസിന് എന്നെ തളർത്താൻ കഴിയില്ല. ആരെങ്കിലും ജീവിച്ചിരിക്കുമോ? 10-15 കൊല്ലം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു ഇഷ്യൂ അല്ല. ഞാൻ സുഖമായി ഉറങ്ങുന്നു, എണീക്കുന്നു, പോകും. എന്നെ വികാരാധീനനാക്കുന്ന ചില സംഗതികളുണ്ട്. ഒന്ന് ശിഹാബ്ദങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അനുയായികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഞാൻ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറഞ്ഞില്ല. കൂടെ നിന്ന ആളുകൾ താങ്കളെ ചതിച്ചു എന്ന ഒരു തോന്നൽ താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ നിന്നിട്ടില്ല. ഇത്തരം ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ എൻ്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നവൻ എൻ്റെ കൂടെ നിന്നതാണോ? ഞാനിതിപ്പോൾ പറയുന്നതല്ല. തിരുവനന്തപുരത്തിൻ്റെ 4 ചുമരുകളോട് ചോദിക്കുക, അവിടെയുള്ള എല്ലാ ആളുകളോടും ചോദിക്കുക, ഞാൻ ഈ തരത്തിലുള്ള ആളുകൾ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടോ എന്ന്, ഇദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടോ എന്ന്. മൊബൈൽ ഫോൺ കൊണ്ട് അവിടെ നടന്ന് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാൻ എൻ്റർടൈൻ ചെയ്യണോ? എൻ്റെ കൂട്ടാണോ? ഇപ്പം മുനീറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താങ്കൾക്കുള്ള വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും താങ്കൾക്കെതിരെ ഇത്തരം ഒരു കാര്യം ചാനൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇയാളെ ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്നിപ്പോൾ താങ്കൾ പ്രയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, അത് മുനീറിന് ചോദിക്കാമായിരുന്നില്ലേ? ചോദിക്കാമായിരുന്നു. മുനീർ അത് ചോദിച്ചില്ല എന്നറിഞ്ഞപ്പോൾ താങ്കൾക്ക് തോന്നിയ വികാരം എന്താണ്? മുമ്പും ചോദിച്ചിട്ടില്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ല. പക്ഷെ ഒരുപക്ഷെ അതാണോ താങ്കളെ ഏറ്റവും ഇപ്പോൾ വിഷമിപ്പിക്കുന്ന ഘടകം? അതിനുശേഷം ഞങ്ങൾ വളരെ സൗഹാർദ്ദം, അദ്ദേഹം അതിനെന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇനി അത് സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എനിക്കതിനെ സംബന്ധിച്ചൊരു വികാരമില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. Different people, one home. ManoramaOnline.com, your home